നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡ് ബെൻഫിക്കയെ 2-1 പരാജയപ്പെടുത്തി അഗ്രിഗേറ്റ് 3-1 വിജയവുമായിട്ട് വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നുപോയി. വലിയ സന്തോഷത്തിലാണ് റയലിൻ്റെ ആരാധകർ. പക്ഷേ അപ്പോഴും ചെറിയൊരു ആശങ്കയായിട്ട് നിന്നത് റൗൾ അസൻസിയോയുടെ കാര്യമാണ്. താരത്തെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോയി ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അസൻസിയോയുടെ കാര്യത്തിൽ അദ്ദേഹം കോൺഷ്യസ് ആണ്, ഹീസ് ഫീലിംഗ് ഓക്കെ എന്ന് രാത്രി തന്നെ എൽ ചിരിങ്കിറ്റോ TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. അതായത് കമവിങ്കയുമായിട്ട് അദ്ദേഹം കൂട്ടിയിടിച്ച് വീഴുകയായിരുന്നല്ലോ. പിന്നെ അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ ആരാധകർക്ക് ആശങ്ക ആ ഘട്ടത്തിലുണ്ടായിരുന്നു. കളിയുടെ ഏതാണ്ട് ഒരു 77ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ മാറ്റി പകരം മസ്റ്റൻഡൂനോയെ കോച്ച് കളിക്കളത്തിലേക്ക് വിടേണ്ടി വന്നു ഈ ഒരു സംഭവം കാരണം. ഏതായാലും റൗൾ അസൻസിയോയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ സ്കെയർ. കഴുത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ, അതായത് കഴുത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ മറ്റ് വിഷയങ്ങളില്ല എന്ന് തന്നെ ഇപ്പോൾ ആർബിലോവ പറയുന്നു. അസൻസിയോയുടെ കാര്യത്തിൽ ഇറ്റ് സീംസ് സംതിങ് വിത്ത് ഹിസ് നെക്ക്. കഴുത്തിനെന്തോ പറ്റിയിട്ടുണ്ട്. എന്നാൽ അത് അത്ര സീരിയസ് അല്ല. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ജസ്റ്റ് എ സ്കെയർ എന്നാണ് ഇപ്പോൾ അൽവാരോ ആർബിലോവ പറയുന്നത്. ഏതായാലും ഈ വിഷയം തന്നെ മറ്റ് സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡ് യങ് ഡിഫൻഡർ വാസ് സ്ട്രെച്ചഡ് ഓഫ് ഇൻ എ നെക്ക് ബാൾസ് ആഫ്റ്റർ കൊളൈഡിങ് വിത്ത് ടീംമേറ്റ് കമവിങ്ക. പക്ഷേ അത് ഒരു സ്വാഭാവികമായ പ്രോട്ടോക്കോൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നെക്ക് ഇഞ്ചുറിയാണ്, പക്ഷേ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അധികം വൈകാതെ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.